നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് രാജ്യം. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത ഗണതന്ത്ര രാജ്യമായിട്ട് 75 വർഷങ്ങൾ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം, രാഷ്ട്ര പരമാധികാരം എന്നീ മഹനീയമായ മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. ആ മൂല്യങ്ങളുടെ നിലനിൽപ്പിനും ശാക്തീകരണത്തിനും വേണ്ടിയുള്ള സമർപ്പണമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ആവർത്തിച്ചുറപ്പിക്കാനുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. രാജ്യം വലിയ ആഘോഷ നിറവിലാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇന്നലെ വൈകിട്ട് ജയ്പൂരിലെത്തിയ മാക്രോണിനെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചേർന്നാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്ര മാതൃകയാണ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയിരിക്കുന്നത്. ഹവാ മഹൽ സന്ദർശന വേളയിലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിന് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന്റെ മാതൃക സമ്മാനിച്ചത്. കരകൗശല വിൽപ്പന കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി മാക്രോണിന് UPI ഇടപാടുകളെ കുറിച്ച് വിശദീകരിക്കുന്നതും അവരിരുവരും ഒരുമിച്ച് ചായ കുടിക്കുന്നതുമായ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. മാക്രോൺ UPI ഇടപാട് നടത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പിങ്ക് സിറ്റിയിൽ നിന്ന് ഹവാ മഹലിലേക്ക് ഇരു നേതാക്കളും റോഡ് ഷോ നടത്തി. ആംബർ ഫോർട്ടും ജന്തർ മന്ദറും സന്ദർശിച്ചതിന് ശേഷമായിരുന്നു ഇരു നേതാക്കളും റോഡ് ഷോയ്ക്ക് എത്തിയത്. റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്ന 6ാമത്തെ ഫ്രഞ്ച് ഭരണാധികാരിയാണ് മാക്രോൺ. കഴിഞ്ഞ വർഷം ജൂലൈ 13, 14 തീയതികളിൽ ബാസ്റ്റിൽ ഡേ ദിനത്തിൽ പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢബന്ധം വിളിച്ചോതുന്നതായിരുന്നു പ്രധാനമന്ത്രിക്ക് ഫ്രാൻസിൽ കിട്ടിയ സ്വീകരണം. അതേസമയം 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. G20 ഉച്ചകോടി, നാരീശക്തി അധിനിയം തുടങ്ങി രാജ്യം കരസ്ഥമാക്കിയ നേട്ടങ്ങളെ രാഷ്ട്രപതി പ്രശംസിച്ചു. നമ്മുടെ രാജ്യം അമൃതകാലത്തിലേക്ക് കാലെടുത്തു വെച്ചു കഴിഞ്ഞു. ഈ കാലം മാറ്റത്തിൻ്റെതാണ് എന്നും രാജ്യത്തെ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള അസുലഭ അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നും അവർ പറഞ്ഞു. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനായുള്ള പൗരന്മാരുടെ പങ്ക് വളരെ വലുതാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ചും രാഷ്ട്രപതി പരാമർശിച്ചു. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമ പ്രഭുവിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്നും പ്രാണപ്രതിഷ്ഠ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവോടെയാണ് ക്ഷേത്ര നിർമ്മാണം നടന്നത്. ഇന്നത് മഹാമന്ദിരമായി ഉയർന്നു കഴിഞ്ഞു. നീതിപീഠത്തോടുള്ള രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പുകൂടിയാണ് ക്ഷേത്രമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.